ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, ഡോക്ടറെ കാണുന്നു. ഡോക്ടർ എല്ലാവിധ ടെസ്റ്റ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി. ഇതെന്താ പ്രശ്നം? എനിക്ക് നല്ല നല്ല ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, പിന്നെ എന്താ ഡോക്ടർ എന്താ അങ്ങനെ പറഞ്ഞത്? ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. നിങ്ങളുടെ ഇമോഷൻ നിങ്ങൾ ബോട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ടോ, അതായത് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടോ? അത് തുറന്നു വിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സൈക്കോസൊമാറ്റിക് പോലുള്ള അസുഖങ്ങൾ വരുമെന്ന് പറയാം. അതായത് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങൾ ശരീരത്തിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. അപ്പോൾ അത് ഡോക്ടേഴ്സിന് സാധാരണ ഫിസിക്കലി കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ പോലും അറിയുന്നില്ല. നമ്മുടെ മനസ്സിനുള്ളിൽ കെട്ടിക്കിടക്കുന്ന സങ്കടമാവാം, അല്ലെങ്കിൽ ദേഷ്യമാവാം, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കളിയാക്കിയതായിരിക്കാം. ഇതെല്ലാം ഉള്ളിൽ കെട്ടിക്കിടന്ന് റിലീസ് ചെയ്യാൻ പറ്റാതെ നമ്മൾ കിടന്ന് വിഷമിക്കുകയാണ്. അവസാനം എന്താ? അത് ശാരീരികമായ അസുഖമായി. നിങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പ്രോപ്പറായിട്ട് ആൻസർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഇമോഷൻസ് അങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടുള്ള പ്രശ്നമാണെന്നുള്ളത്. ദെൻ ഇമ്മീഡിയറ്റ്ലി അത് റിലീസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നോക്കുക. ഒരു നല്ല ഫ്രണ്ടിനോട് പറയാം, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞത് ഏറ്റവും നല്ലൊരു മെൻ്റൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അതങ്ങ് തുറന്ന് പറഞ്ഞ് പെയ്തൊഴിഞ്ഞ് പോവുക. അപ്പോഴത്തേക്ക് അത് മാറിക്കിട്ടും. ഇനി ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇമോഷൻസ് കെട്ടിക്കിടന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നമുണ്ട്.